ചാപ്റ്റർ 1 ഹിന്ദി രാഖ് കി രസി. 5th സ്റ്റാൻഡേർഡ് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് രാഖ് കി രസി. രാഖ് എന്ന് പറഞ്ഞാൽ ആഷ്, ചാരം. രസി എന്ന് പറഞ്ഞാൽ റോപ്പ്, കയറ്. അതായത് ചാരം കൊണ്ടുണ്ടാക്കിയ കയറ്. നമുക്ക് ആദ്യം ചാപ്റ്റർ നോക്കാം. लोनपोगार तिब्बत के 32वें राजा साउनगास्वेन गाम्पो के मंत्री थे. वे अपनी चालाकी और हाजिर जवाबी के लिए दूर दूर तक मशहूर थे. कोई उनके सामने टिकता न था. चैन से जिंदगी चल रही थी, मगर जब से उनका बेटा बड़ा हुआ था उनके लिए चिंता का विषय बना हुआ था. कारण यह था कि वह बहुत भोला था. होशियारी उसे चूक कर भी नहीं गई थी. लोम्पोगार ने सोचा, मेरा बेटा बहुत सीधा साधा है, मेरे बाद इसका काम कैसे चलेगा. लोनपोगार എന്ന് പറഞ്ഞൊരു വ്യക്തി തിബ്ബത്ത് 32वें രാജ സോൻഗസ്വേൻ ഗാംപോ കെ മന്ത്രി ഥി. അതായത് തിബ്ബത്ത് എന്നത് ഒരു സ്ഥലപ്പേരാണ്. തിബ്ബത്തിലെ 32ാമത്തെ 32 എന്ന് പറഞ്ഞാൽ 32ാമത്തെ രാജാവായ സൗൻഗസ്വേൻ ഗാംപോ എന്ന് പറയുന്ന രാജാവിൻ്റെ മന്ത്രിയായിരുന്നു അത് ലോൻപോഗാർ. ഈ ലോൻപോഗാറിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ലോൻപോഗാറിന് ഒരു മകനുണ്ടായിരുന്നു. നമുക്ക് കഥ നോക്കാം. വേ അപ്നി ചാലാക്കി, ആര്? ഈ ലോൻപോഗാർ അപ്നി ചാലാക്കി എന്ന് പറഞ്ഞാൽ ക്ലവർനെസ്, ബുദ്ധി സാമർഥ്യം. ഓർ ഹാസിർ ജവാബി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ മറുപടി പറയാം. അല്ലെ, ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയുന്നിട്ടില്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മറുപടി പറയാം. ഈ ലോൻപോഗാർ അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യവും ഈ പെട്ടെന്ന് മറുപടി പറയുന്നതിനുള്ള കഴിവൊക്കെ കാരണം ദൂർ തക് മഷഹൂർ ദേ, എല്ലാ സ്ഥലങ്ങളിലും മഷഹൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിരുന്നു. എല്ലാവരും പറയുമായിരുന്നു ലോംപോഗാറിൻ്റെ ഈ കഴിവുകളെക്കുറിച്ച്. കൊയ് ഉൻകെ സാമനെ ടിക്താ ന ഥാ, ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത്, സാമനെ എന്ന് പറഞ്ഞാൽ അടുത്ത്, ടിക്ത എതിർക്കാനൊന്നും നിൽക്കില്ലായിരുന്നു. ചൈൻ സെ ജിന്ദഗി ചൽ രഹി ഥി. ചൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തോടെ, ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. മഗർ പക്ഷെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ജബ്സെ ഉൻക ബേഠ ഹുവാ ഥാ, എപ്പോഴാണോ അവനൊരു ബേഠ എന്ന് പറഞ്ഞാൽ മകൻ ഉണ്ടായത്, ഉൻകേലിയെ ചിന്താക്ക വിഷയ് ബനാ ഹുവാ ഥാ, ആ മകനുണ്ടായ സമയത്ത് തുടങ്ങി അദ്ദേഹത്തിന് കുഴപ്പിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കാരൻ യഥ, ഇതായിരുന്നു കാരൻ. എന്താണ്? ബഹുത് ഭോല ഥ. ഭോല എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ്, നിഷ്കളങ്കം. അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപാട് നിഷ്കളങ്കനായിരുന്നു. അതായത് ഒരു പാവം കുട്ടിയായിരുന്നു. ഹോഷിയാരി ഉസ്കെ ചൂക്കർ ബി നഹി ഗയി ഥി. ഹോഷിയാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റലിജൻസ്, ബുദ്ധി സാമർഥ്യം. അവൻ്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല എന്ന് പറയില്ല. അവന് ബുദ്ധി സാമർഥ്യം എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു. ചൂക്കർ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുക. ബുദ്ധി സാമർഥ്യം അവനെ തൊട്ടിട്ട് കൂടി ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അവന് ബുദ്ധി സാമർഥ്യം, ഇൻ്റലിജൻ്റ് അല്ലായിരുന്നു. ലോൺപോഗാറിനെ സോച്ച, മേരാ ബേട്ട ബഹുത് സീതാ സാദാ ഹേ. ലോൺപോഗാർ ആലോചിച്ചു, എൻ്റെ മകൻ ഒരുപാട് സാധാരണ മനുഷ്യനാണ്, അല്ലേ, ഒരുപാട് നേർവഴി മാത്രം ചിന്തിക്കുന്ന ഒരു മോനാണ്. മേരെ ബാദ് ഇസ്കാ കാം കേസെ ചലേഗാ, എനിക്ക് ശേഷം ഇവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോർത്ത് ലോൺപോഗാർ എപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരുന്നു. एक दिन लोनपोगार ने अपने बेटे को 100 भेड़ें देते हुए कहा, तुम इन्हें लेकर शहर जाओ, मगर इन्हें मारना या बेचना नहीं. इन्हें वापस लाना 100 जौ के बोरों के साथ, वरना मैं तुम्हें घर में नहीं घुसने दूंगा. इसके बाद उन्होंने बेटे को शहर की तरफ रवाना किया. ഒരു ദിവസം നമ്മുടെ ലോംപോഗാർ എന്ത് ചെയ്തു എന്നറിയോ? അപ്നെ ബേട്ടേക്കോ, അദ്ദേഹത്തിൻ്റെ മകന് 100 ഭേഡേ ദേത്തെ ഹുയെ കഹാ. ഭേഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഭേഡ് എന്ന് പറഞ്ഞാൽ ഷീപ്പ്, 100 എന്ന് പറഞ്ഞാൽ 100, 100 ഷീപ്പിനെ നൽകിക്കൊണ്ട് പറഞ്ഞു, 100 ചെമ്മരിയാടുകളെ ലോൺപോഗാർ അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, തുമേ ഇനേ ലേക്കർ ഷഹർ ജാവോ. ഷഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റി. നീ ഇതിനെയും കൊണ്ട്, ഈ 100 ചെമ്മരിയാടുകളെയും കൊണ്ട് പട്ടണത്തിലേക്ക് സിറ്റിയിലേക്ക് പോകൂ. മഗർ ഇനെ മാർന യാ ബേച്ച്ന നഹീം. പക്ഷേ ഇതിനെ കൊല്ലാനോ വിൽക്കാനോ ഒന്നും പാടില്ല. മാർന എന്ന് പറഞ്ഞാൽ കൊല്ലുക, ബേച്ച്ന വിൽക്കുക. നീ 100 ഷീപ്പിനെയും കൊണ്ട് ഷഹറിൽ പോകണം, അതായത് സിറ്റിയിൽ പോകണം. ഇതിനെ കൊല്ലാനോ വിൽക്കാനോ ഒന്നും തന്നെ പാടില്ല. ഇനെ വാപ്പസ് ലാന, ഇതിനെ തിരിച്ചു കൊണ്ടുവരണം. എന്തുകൂടെ കൊണ്ടുവരണം? 100 ജൗ കെ ബോര കെ സാത്ത്. ജൗ എന്ന് പറഞ്ഞാൽ ബാർലി, ബോര എന്ന് പറഞ്ഞാൽ ചാക്കുകൾ. 100 ബാർലിയുടെ ചാക്കുകളും കൂടെ തിരിച്ചു കൊണ്ടുവരണം.
എന്താണ് 100 ഷീപ്പിനെ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഇതിനെയും കൊണ്ട് നീ സിറ്റിയിൽ പോകണം, തിരിച്ചു വരുമ്പോൾ ഈ ചെമ്മരിയാടുകളെയും കൊണ്ടുവരണം, കൂടാതെ 100 ബാർലിയുടെ ചാക്കും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണം, 100 ചാക്ക് ബാർലി കൂടെ കൊണ്ടുവരണം. വർണ്ണാമേ തുമേ ഖർമേം നഹി ഖുസ്നെ ദൂങ്ക, ഖുസ്ന എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ ഇത് നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല, അതായത് വീട്ടിൽ കയറ്റില്ല. इसके बाद उन्होंने बेटे को शहर की तरफ रवाना किया. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ സിറ്റിയിലേക്ക് അയച്ചു. लोनपोगार का बेटा शहर पहुंच गया, मगर इतने बोरे जौ खरीदने के लिए उसके पास रुपये ही कहाँ थे. वह इस समस्या पर सोचने विचारने के लिए सड़क किनारे बैठ गया, मगर कोई हल उसकी समझ में ही नहीं आ रहा था. ലോൺപോഗാർ का बेटा शहर पहुंच गया. നമ്മുടെ ലോൺപോഗാറിൻ്റെ മകൻ എവിടെ എത്തി? സിറ്റിയിൽ എത്തിച്ചേർന്നു. പहुंच गया എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. മഗർ പക്ഷേ ഇത്തനെ ബോരോ ജൗ ഖരീദ്നെ കെ ലിയെ ഉസ്കെ പാസ് റുപ്പിയെ ഹി കഹാ ഥേ. പക്ഷേ അച്ഛൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 100 ചാക്ക് ബാർലി കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഖരീദിന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. ആ 100 ചാക്ക് ബാർലി വാങ്ങിക്കാനുള്ള കാശ്, റുപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കാശ് അവൻ്റെ കയ്യിൽ ഇല്ലല്ലോ, അത് എവിടുന്ന് കിട്ടും? वह इस समस्या पर सोचने विचारने के लिए, അത് സമസ്യ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, സോച്ചന എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, സഡക് റോഡ്, ഈ പ്രോബ്ലത്തിനെ കുറിച്ച് ആലോചിച്ച്, അതായത് ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? റോഡിൻ്റെ ഒരു അരികിലായിട്ടിരുന്നു. മഗർ കോയി ഹൽ ഉസ്കി സമജ് മേം ഹി നഹി ആ രഹാ ഥാ. ഹൽ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. പക്ഷേ അവൻ ആലോചിച്ചിട്ടൊന്നും അവന് ഒരു സൊല്യൂഷനും കിട്ടിയില്ലായിരുന്നു. വ ബഹുത് ദുഃഖി ഥാ, അവൻ ഒരുപാട് വിഷമിച്ചു. തഭി ഏക് ലഡ്കി ഉസ്കെ സാമനെ ആ ഖടി ഹുയി, അപ്പോഴാണ് ഒരു പെൺകുട്ടി അവൻ്റെ അടുത്ത് വന്ന് നിന്നത്. ക്യാ ബാത് ഹേ തും ഇത്നെ ദുഃഖി ക്യോ ഹോ. അവൾ ചോദിച്ചു, എന്താണ് കാര്യം? നീ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നത് എന്തിനാണ്? ലോൺപോകാർക്കെ ബേട്ടേനെ അപ്ന ഹാൽ ക സുനായ. ലോൺപോകാരൻ്റെ മകൻ അവൻ്റെ കാര്യങ്ങൾ സൊല്യൂഷന് വേണ്ടി പറഞ്ഞു. इसमें इतना दुखी होने की कोई बात नहीं है, मैं इसका हल निकाल देती हूँ. അങ്ങനെ അത് കേട്ടപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇസ്മേം ഇത്തന ദുഃഖി ഹോനേക്ക് കോയി ബാത് നഹി ഹേ, ഇതിൽ ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. മേ ഇസ്കാ ഹൽ നിക്കാൽ ദേത്തി ഹും, ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരാമല്ലോ. ഇത്തന കഹ്കർ ലഡ്കീനെ പേടോं की ബാൽ ഉതാരെ और उन्हें बाजार में ഭേജ് ദിയ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലടുക്കി എന്ത് ചെയ്തു? ആ ചെമ്മരിയാടുകളുടെയൊക്കെ ബാൽ എന്ന് പറഞ്ഞാൽ രോമം, മുടി, ആ മുടിയൊക്കെ അറുത്തെടുത്തിട്ട്, ഉത്താരണ എന്ന് പറഞ്ഞാൽ അറുത്തെടുക്കുക, ബാസാർ എന്ന് പറഞ്ഞാൽ ചന്തയിൽ, അതൊക്കെ അറുത്തെടുത്ത് അവിടെയുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ബേച്ച് ദിയ എന്ന് പറഞ്ഞാൽ വിൽക്കുക. അതിൻ്റെ രോമങ്ങളൊക്കെ അറുത്തെടുത്തിട്ട് അവൾ കൊണ്ട് വിറ്റപ്പോൾ എന്ത് കിട്ടും? കാശ് കിട്ടും അല്ലേ? എന്നിട്ട് ആ കാശിന് എന്ത് വാങ്ങിച്ചു കാണും? ജോ റുപ്പിയെ മിലേ ഉൻസെ ജൗ കെ സൗ ബോരോ ഖരീദ് കർ ഉസേ ഘർ വാപ്പസ് ഭേജ് ദിയ. എന്നിട്ട് കിട്ടിയ രൂപയ്ക്ക് അവൾ എന്ത് ചെയ്തു? ബാർലിയുടെ 100 ചാക്ക് ബാർലിയും കൂടെ വാങ്ങിച്ചിട്ട്, ഖരീദ് കർ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ലോൺപോഗാർ के बेटे को लगा कि उसके पिता बहुत खुश होंगे, मगर उसकी आपबीती पर उन्होंने ध्यान नहीं दिया. ലോൺപോഗാർ വിചാരിച്ചു, ലോൺപോഗാറിൻ്റെ മകൻ അവൻ വിചാരിച്ചു അവൻ്റെ അച്ഛൻ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കും. അതെന്താ? 100 ബാർലിച്ചാക്കും കൊണ്ടുവന്ന് ചെമ്മരിയാടിനെ തിരിച്ചു കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷിക്കും എന്ന് വിചാരിച്ച് ചെന്നപ്പം അച്ഛനാണെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ശ്രദ്ധിച്ചതേയില്ല. ആ ബീത്തി എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ്, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചതേയില്ല. വേ ഉട്കർ കമരയ്ക്ക് ബാഹർ ചലേ ഗയേ. അദ്ദേഹം എഴുന്നേറ്റ് കമര എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. दूसरे दिन उन्होंने अपने बेटे को बुलाकर कहा, पिछली बार भोड़ों के बाल उतारकर बेचना मुझे ज़रा भी पसंद नहीं आया. എന്നിട്ട് പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം, അവൻ ലോൺപോഗാർ അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, പിച്ചിലെ ബാർ, നീ കഴിഞ്ഞ തവണ ചെമ്മരിയാടിൻ്റെ മുടി രോമങ്ങളൊക്കെ അറുത്ത് വിറ്റത് എനിക്ക് ഇത്തിരി പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നീ അത് വിറ്റിട്ട് വന്നത്. അബ് തും ദോബാര उन्हीं पौधों के लेकर जाओ, उनके साथ जौ के 100 बोरे लेकर ही लौटना. എന്നിട്ട് പറഞ്ഞു, നീ രണ്ടാമതും ഇതിനെയും കൊണ്ട് പോകണം, ഈ ഭേടോനെ, നമ്മുടെ ഷീപ്പിനെയും കൊണ്ട് പോകണം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ 100 ബാർലി ചാക്കും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. एक बार फिर निराशा लोनपोगार का बेटा शहर में उसी जगह जा बैठा. न जाने क्यों उसे यकीन था कि वह लड़की उसी मदद के लिए ज़रूर आएगी.
ഒരു പ്രാവശ്യം കൂടെ നിരാശയോടെ നമ്മുടെ ലോൻപോകാരൻ്റെ മകൻ എന്ത് ചെയ്തു? ഷഹർ സിറ്റിയിൽ പോയിട്ട് അതേ സ്ഥലത്ത് ഉസി ജഗ എന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് പോയിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഇരുന്നില്ലേ, അവിടെ തന്നെ പോയിരുന്നു. ന ജാനെ ക്യോം, അവൻ അറിയില്ലായിരുന്നു എന്തുകൊണ്ടോ അവൻ വിശ്വസിച്ചിരുന്നു. യക്കീൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ബിലീവ്, വിശ്വസിച്ചിരുന്നു. അവൾ വരുമെന്ന്. ആര്? ആ മുമ്പ് വന്ന് സഹായിച്ച ആ പെൺകുട്ടിയില്ലേ, വ ലഡ്കി ഉസ്കി മദത് കെ ലിയെ ജറൂർ ആയേഗി. മദത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. ആ പെൺകുട്ടി അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തീർച്ചയായും വരുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. और हुआ भी कुछ ऐसा ही, वह लड़की आई. അവൻ വിശ്വസിച്ചതുപോലെ തന്നെ നടന്നു. ആ പെൺകുട്ടി വന്നു. उससे उसने अपनी मुश्किल कह सुनाई. अब तो बिना जौ के 100 बोरों के मेरे पिता मुझे घर में नहीं घुसने देंगे. അവൻ അവളുടെ അടുത്ത് അവൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞപ്പം ഇപ്രാവശ്യം 100 ബാർലി ചാക്കില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തീർച്ചയായും അച്ഛൻ കയറ്റില്ലെന്ന് പറഞ്ഞു. ലഡ്കി സോച്ച് കർ ബോലി, നമ്മുടെ ബുദ്ധിമതിയായ ആ പെൺകുട്ടി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ഏക്ക് തരീക്ക ഹേ, ഉസ്നെ പേടോं के सींग काट लिए. അവൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ട്. തരീക്ക എന്ന് പറഞ്ഞാൽ ഐഡിയ. ഉസ്നെ, അവൾ എന്ത് ചെയ്തു? ആ ചെമ്മരിയാടുകളുടെയൊക്കെ സീങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പ് മുറിച്ചെടുത്തു. എന്നിട്ട് ഉനെ ബേച്ച്കർ ജോ റുപ്പിയ മിലെ ഉൻസെ 100 ബോറെ ജൗ ഖരീദേ. എന്നിട്ട് അതിനെ വിറ്റിട്ട് കിട്ടിയ ആ കാശ് കൊണ്ട് അവൾ 100 ചാക്ക് ബാർലി വാങ്ങിച്ചു. ബോറെ ലോൻപോകാർ കെ ബേട്ടേക്കോ സൗംപ് കർ ലഡ്ക്കീനെ ഉസേ ഘർ ബേച്ച് ദിയ. സൗംപ് കർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ ചെയ്യുക, കൈമാറുക. എന്നിട്ട് ആ ബാർലി ചാക്കുകളൊക്കെ നമ്മുടെ ലോൻപോകാർക്കെ ബേട്ടെ, ആ ലോൻപോകാരൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഭേഡെ और जौ के बोरे पिता के हवाले करते हुए लोनपोगार का बेटा खुश था. നമ്മുടെ ഈ 100 ഷീപ്പിനെയും 100 ചാക്ക് ബാർലിയും കൂടെ അച്ഛൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനാണ് ഹവാല എന്ന് പറഞ്ഞാൽ. അച്ഛൻ്റെ കൈ കൊടുത്തപ്പോഴത്തേനും നമ്മുടെ ലോൻപോകാരൻ്റെ ബേട്ട അവന് വളരെ അധികം സന്തോഷമായി. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഉസ്നെ വിജയ് ഭാവ്സെ സാരി കഹാനി കൽസുനായി. അവൻ വിജയിച്ചതുപോലെ അവിടെ നടന്ന കഹാനി എന്ന് പറഞ്ഞാൽ സ്റ്റോറി, അവിടെ നടന്ന കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു അച്ഛനെ. സുൻകർ ലോൻപോകാർ ബോലെ ഉസ് ലഡ്കി സെ കഹോ കി ഹമേ 9 हाथ लंबी राख की रस्सी बनाकर दे. എന്നിട്ട് അവൻ ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു, ആ ലടുക്കി ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി പറയണം, നൗ എന്ന് പറഞ്ഞാൽ 9 അടി നീളമുള്ള കയറ്. എന്തുകൊണ്ടുള്ള കയറാണ്? രാഖ് കി രസി, ചാരം കൊണ്ടുള്ള കയറുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയണം. ഉൻകെ ബേഠെ നെ ലഡ്കി കെ പാസ് ജാക്കർ പിതാ കാ സന്ദേശ് ദോഹരാ ദിയ എന്ന് പറഞ്ഞാൽ അറിയിക്കുക. അവൻ എന്ത് ചെയ്തു? ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അച്ഛൻ പറഞ്ഞ ആ സന്ദേശം, ആ കാര്യം അറിയിച്ചു. എന്താണ്? 9 അടി നീളമുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത്? ചാരം കൊണ്ട്, ആഷ് കൊണ്ട്, ചാരം കൊണ്ട് കയറുണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അങ്ങനെ കയറുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞെന്ന് അവളടുത്ത് ചെന്ന് പറഞ്ഞു. ലഡ്ക്കിനെ ഏക്ക് ഷർത്ത് രഖി. ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. അത് കേട്ടപ്പോൾ ലഡ്ക്കി, ആ പെൺകുട്ടി ഒരു കണ്ടീഷൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതുകൂടെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. മേ രസി ബനാത്തോ ദൂങ്കി മഗർ തുമാരെ പിതാക്കോ വ ഗലേ മേ പഹന്നെ ഹോഗി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കയറുണ്ടാക്കി തരാം, പക്ഷെ ആ കയറ് നിൻ്റെ അച്ഛൻ കഴുത്തിലണിയാമോ? ഗല എന്ന് പറഞ്ഞാൽ കഴുത്ത്. ആ കയറ് കഴുത്തിലണി. എന്ത് കയറാണ്? ചാരം കൊണ്ടുള്ള കയറല്ലേ. ലോൻപോകാരനെ സോച്ചാ ऐसी रस्सी बनाना ही असंभव है, इसलिए लड़की की शर्त मंजूर कर दी. ലോൻപോകാർ വിചാരിച്ചു, ഇങ്ങനെ ചാരം കൊണ്ട് കയറുണ്ടാക്കുന്നത് തന്നെ നടക്കില്ല. അതുകൊണ്ട് ആ ലടുക്കി പറഞ്ഞില്ലേ, ആ പെൺകുട്ടി പറഞ്ഞില്ലേ കഴുത്തിലണിയെന്ന്, ആ കണ്ടീഷൻ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു. മസൂർ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുക. അഗ്ലേ ദിൻ ലടുക്കീനെ 9 हाथ लंबी रसीली. അടുത്ത ദിവസം നമ്മുടെ പെൺകുട്ടി 9 അടി നീളമുള്ള കയറെടുത്തു. ഉസേ പത്ഥർ കെ സിൽ പർ രഖ. എന്നിട്ട് ആ കയറ് ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചു. കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? അവർ ജലാദിയ എന്ന് പറഞ്ഞാൽ കത്തിച്ചു. രസി ജൽ ഗയി, കയറ് കത്തി. മഗർ രസിക്ക് ആകാർ കി രാഖ് ബച്ച് ഗയി. കയറിങ്ങനെ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് തീ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? കയർ കത്തിപ്പോയി. പക്ഷേ കയറിൻ്റെ ആകൃതിയിൽ, കയറിൻ്റെ ആ ഷേപ്പിൽ, ആകാർ എന്ന് പറഞ്ഞാൽ ഷേപ്പിൽ ചാരം അവിടെ ബാക്കിയായി അല്ലേ. കയർ കത്തിയെങ്കിലും ചാരമായിട്ടുണ്ട്, അവിടെ കയറിൻ്റെ ഷേപ്പിൽ ചാരം കിടപ്പുണ്ട്. അച്ഛൻ എന്താണ് പറഞ്ഞത്? അവൻ്റെ അച്ഛൻ പറഞ്ഞത് ചാരം കൊണ്ടുള്ള കയറല്ലേ. ഇസേ വസിൽ സമേത് ലോൻപോകാർ കെ പാസ് ലേ ഗയി. അവൾ എന്ത് ചെയ്തു? ആ കല്ലടക്കം അതെടുത്തിട്ട് ലോൻപോകാരൻ്റെ അടുത്തേക്ക് പോയി. ആ കല്ലോടെ ചാരമായില്ലേ അത് കയർ കത്തിച്ചപ്പം, അത് കല്ലടക്കം പൊക്കിയെടുത്തിട്ട് നമ്മുടെ ലോൻപോകാരൻ്റെ അടുത്തേക്ക് പോയി.
और उसे पहनने के लिए कहा എന്നിട്ട് അവൾ പറഞ്ഞു കഴുത്തിലെടുത്ത് അണിയാൻ പറഞ്ഞു ലോൺപോകാർ രസി ദേക്കർ ചകിത് രഹ് ഗയേ ലോൺപോകാർ ആ കയറ് കണ്ടപ്പോഴത്തേനും ചകിത് എന്ന് പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആയിപ്പോയി വേ ജാനത്തെ थे कि राखी गसी को गले में पहनना तो दूर उठाना भी मुश्किल है വേ ജാനത്തെ ജാന എന്ന് പറഞ്ഞാൽ അറിയുക അവന് അറിയാമായിരുന്നു ചാരം കൊണ്ടുള്ള കയറ് കഴുത്തിലണിയാൻ പോയിട്ട് ടച്ച് അതെടുക്കാൻ പോലും ഭയങ്കര പ്രയാസമാണ് അല്ലേ ചാരം കൊണ്ടുള്ള കയറെടുക്കാൻ പറ്റും അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവുകയല്ലേ ഹാത്ത് ലഗാത്തെ ഹി ഠൂൺ ചായെങ്കി കൈ എടുക്കാൻ വേണ്ടി കൈ മുട്ടിക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകും ലഡ്ക്കി की समझदारी के सामने उनकी अपनी चालाकी थरी रह ഗയി ആ പെൺകുട്ടിയുടെ ബുദ്ധി സാമർത്ഥ്യം സമജ്ദാരി എന്ന് പറഞ്ഞാൽ ബുദ്ധി സാമർത്ഥ്യത്തിൻ്റെ മുമ്പിൽ അവൻ്റെ ചാലാക്കി ക്ലവർനെസ് ഒന്നുമല്ല തോറ്റുപോയല്ലേ ബിനാ വക്ത് ഗവായെ ലോൺപോകാറിനെ अपने बेटे की शादी का प्रस्ताव लड़की के सामने रख दिया ഒട്ടും സമയം കളയാതെ നമ്മുടെ ലോൺപോകാർ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ മകൻ ഒരു സാധാരണക്കാരനാണ് അല്ലേ ബുദ്ധിയില്ലാത്തതാണ് അത് കാരണം ആ പെൺകുട്ടിയെ ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കല്യാണം എന്നിട്ടോ ധൂം ധാം സേ ഉൻ ദോനോ കി ഷാദി ഹോ ഗയി ധൂം ധാം എന്ന് പറഞ്ഞാൽ ആർഭാടം വളരെ ആഘോഷത്തോടെ അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്